ചേച്ചിയുടെ പുറകെ ഒരു ആവശ്യത്തിന് ഇങ്ങനെ നടക്കുമല്ലോ. അവരും ഒരു എന്താ പറയാ നമ്മുടെ വീട്ടിലെ ഇളയക്കുട്ടി എന്നുള്ള രീതിയിലാണ് അവൻ എന്റെ പുറകെ നടക്കുന്നത്. നൽകിയ കേക്ക് വാങ്ങുകയും ചെയ്തു. അനുവിന് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ചേച്ചി എന്തിനാ അനുവിന്റെ കുടുംബം കലക്കുന്നത്? ചേച്ചി എന്തിനാണ് അവർക്ക് ഇതെന്തോന്നാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് ഭർത്താവില്ലേ, നിങ്ങൾക്ക് 2 മക്കളില്ലേ, നിങ്ങൾക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോലെ അവരുടെ ജീവിതത്തിൽ എന്താ? ലക്കി ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് കിച്ചുവിൻ്റെ കുടുംബവും, അതായത് കിച്ചുവിൻ്റെ ബ്രദറും തമ്മിലുള്ള ബോണ്ടിങ്ങും, പിന്നെ അവരുടെ കുറേ കോമഡി വീഡിയോസും കാര്യങ്ങളും, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഞാൻ ഇവരുടെ ചാനൽ അധികം അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഏകദേശം 5 മില്യൺ ആണ്ട് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു ചാനലാണ്. എന്തായാലും ഇന്ന് ആ ചാനലിൽ വന്ന ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചുവിൻ്റെ വൈഫും കിച്ചുവിൻ്റെ ചേട്ടൻ്റെ വൈഫും കൂടെ വന്നിരുന്നാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർ വന്ന് സംസാരിക്കുന്നത്. ഈ പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ നിങ്ങൾക്കറിയാം. അതായത് പേഴ്സണൽ ലൈഫ് എടുത്ത് പബ്ലിക്കിൽ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ പല രീതിയിലും വന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് അവരുടെ ഒന്നും വാ അടപ്പിക്കുന്ന കാര്യം നടക്കുന്നതല്ല. പക്ഷെ ചില സമയങ്ങളിൽ ആ കമൻറ്റ് ഇടുന്ന രീതി അതിര് വിടാറുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് ആദ്യമേ ഇവരുടെ വീഡിയോ ഒന്ന് കാണാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറെ നാളായി നമ്മൾ വീഡിയോ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈയിടയ്ക്ക് നമ്മുടെ കിച്ചുവിന്റെ പാലുകാഴ്ച കഴിഞ്ഞു, വീട് പാലുകാഴ്ച. അപ്പോൾ അതിന്റെ വീഡിയോ ഉടനെ വരും. അതിന് മുന്നേ ആയിട്ട് 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര എയറിൽ നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഈ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ പുതിയ വീടിൻ്റെ പാലുകാഴ്ചയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീഡിയാസുകാരും അവിടെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തുണ്ടായ കുറച്ച് അനുഭവത്തെ പറ്റിയിട്ടാണ് ഇവർ പറയാൻ പോകുന്നത്. അതായത് കുറച്ച് നെഗറ്റീവ് കമൻസുകൾ, അതായത് മഞ്ഞപ്പിത്തം പിടിച്ചവരുടെ കണ്ണിൽ മഞ്ഞ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നൊരു ചൊല്ലില്ലേ, ആ ഒരു സംഭവങ്ങളാണ്. എന്തായാലും ബാക്കിയുടെ പറ. നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ 2 കൂടെ ഉള്ളൂ. ചേട്ടന്മാർ വന്നില്ല. കാരണം ചേട്ടന്മാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഞാൻ പറഞ്ഞിട്ട് നീ പറ. വേറൊന്നുമല്ല ഗൈസ്, ഇപ്പൊ വീട് പാലുവെച്ച സമയത്ത് നമ്മളിവിടെ വീട്ടിലെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനും ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് ഇതുവരെയായിട്ടും ഒരു ഈഗോ പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചേട്ടനായിരുന്നാൽ പോലും ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത്, ഞാനായിരുന്നാലും അങ്ങനെ തന്നെ. അപ്പം അങ്ങനെയുള്ള സ്നേഹ പ്രകടനങ്ങളാണ് ഞങ്ങൾ ഓൾറെഡി കാണിക്കുന്നത്. ഇപ്പൊ ചേച്ചിയുടെ കയ്യിൽ ചേട്ടൻ ഇങ്ങനെ തോളിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു, ചേച്ചി ചേട്ടൻ കൈ പിടിച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും വേറെ അർത്ഥത്തിൽ അത് കണ്ടിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകള് എല്ലാവരും അല്ല, ചില മഞ്ഞക്കണ്ണുള്ള ആൾക്കാര് അത് വേറെ രീതിയിൽ ഇപ്പൊ നമുക്ക് സംഭവം എന്താ നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതായത് കിച്ചുവിൻ്റെ സ്വന്തം ഏട്ടത്തി അമ്മയെടുത്ത് ഭയങ്കര കാര്യമായിട്ടൊന്ന് സംസാരിച്ചാലോ, അല്ലെങ്കിൽ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്താ പറയണ്ട കേക്ക് കട്ട് ചെയ്ത് കേക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാലോ, ഇതൊക്കെ ആൾക്കാർക്ക് പ്രശ്നമാണ്. അതായത് ആൾക്കാർ അത് മറ്റൊരു രീതിയിലാണ് കാണുന്നത്. എന്തിനാണ് എപ്പോഴും അനിയൻ്റെ പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ അനിയൻ എന്തിനാണ് എപ്പോഴും ചേട്ടത്തിയുടെ പുറകെ നടക്കുന്നത്, ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കുറേ വൃത്തികെട്ട ചിന്തയുള്ള കുറേ വായി നോക്കികൾ. മനസ്സിലായോ? ഇവരുടെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ട സമയത്ത് ഇവരുടെ കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കംഫർട്ടബിളും ഭയങ്കര രീതിയിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അവൻ്റെ ഏട്ടത്തി അമ്മയോടെ ആണ് എന്ന്. അപ്പം ഇതെല്ലാവർക്കും, അതായത് ഇവരുടെ വ്ളോഗുകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം, എന്നിട്ട് നമുക്ക് ബാക്കി കേൾക്കാം. നേരത്തോട്ട് ഞാൻ ചേച്ചിയും കമ്പനി കൂട്ടായിരുന്നു. ഭയങ്കര ശരിക്കും ചേച്ചി അനിയൻ എടത്തിയമ്മ ഫീൽ ചില സമയത്ത് ഫ്രണ്ട്സ് പോലെയും അങ്ങനെയൊക്കെ രീതിയിൽ. പിന്നെ കിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. ചിലപ്പോ അമ്മയും അച്ഛനും പറയുന്ന ചില കാര്യങ്ങൾ അവൻ മാറ്റി കളഞ്ഞിരുന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഇല്ല കേൾക്കും. അത് ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇത് പാരന്റ്സിനെ സംബന്ധിച്ചിട്ട് ചോദിക്കട്ടെ, 2 മക്കളും കട്ടൊക്കെ കൂടെ നിൽക്കുക, പരസ്പരം മോട്ടിവേഷൻ കൊടുക്കുക, തളരെടുത്ത് അമ്മക്കുട്ടി ഇപ്പൊ വീഡിയോ ഇട്ടെങ്കിൽ ചേട്ടൻ വിളിച്ചവരെ വീഡിയോ ഇടണം, ചേച്ചിയായാലും വഴക്ക് പറയാ. സോ ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ എന്താ തോന്നുക ആസ് എ പാരന്റ്സ് എന്ന നിലയില്? ഇവരുടെ സ്നേഹം കാണുമ്പോൾ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവള് പറഞ്ഞ് ഞാൻ ചെയ്യിക്കും. ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഞാൻ പിന്നെ എനിക്ക് ചിലപ്പോൾ ഇവൻ്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഇവ കേൾക്കൂല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ
മോളോടി പറയും പാറു ഇങ്ങനെയാണ്, നീ അവൻ്റെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞ ഇവൻ കേൾക്കും. കേട്ടല്ലോ കിച്ചുവും കിച്ചുവിൻ്റെ ഏട്ടത്തി അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് എന്തുമാത്രം ഉണ്ടെന്ന് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. എന്തിന് കിച്ചുവിൻ്റെ അമ്മ തന്നെ അത് പറയുന്നുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊന്നും ഒരു പണിയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് ഈ സീരിയൽ കണ്ട അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടി ഇപ്പം യൂട്യൂബിൽ വന്ന് ഈ ഫാമിലി വ്ളോഗ് കണ്ടിട്ടാണ് അഡിക്റ്റ് ആയിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഫാമിലി വ്ളോഗുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക, നെഗറ്റീവ് കമൻറ്റുകൾ ഇടുക, പിന്നെ അവരുടെ കുടുംബം എങ്ങനെയെങ്കിലും അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഈ പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ തന്നെ ഒരു കമൻറ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇവരെ പറ്റിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ വന്നത്, എനിക്ക് തോന്നുന്നത് ലേറ്റസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇവരുടെ വീട്ടിൻ്റെ പാലുകാച്ച സമയത്തെങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണും. ലക്കി ഫാമിലിയിലെ കിച്ചുവിന്റെ ഹൗസ് വാമിംഗ് ദിവസം അനു ഏട്ടത്തിയമ്മക്ക് കേക്ക് നൽകിയപ്പോൾ ഏട്ടത്തിയമ്മ നിരസിച്ചു. പകരം കിച്ചു നൽകിയ കേക്ക് വാങ്ങുകയും ചെയ്തു. അനുവിന് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കേട്ടല്ലോ, ഇതൊക്കെയാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ ഇടയിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവാണ്. അതായത് ഒരു കേക്കിൻ്റെ പേരിൽ വരെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. അവർ വേണ്ടത്രയും പരിഗണന കൊടുക്കുന്നില്ല. കിച്ചു എപ്പോഴും ചേച്ചിയുടെ പുറകിലാണ്, ചേച്ചിയെ മാത്രം മതി, മറ്റേ സ്വന്തം ഭാര്യയ്ക്ക് പട്ടി വിലയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ നരേഷൻസാണ് കൊണ്ടുവരുന്നത്. എന്തായാലും ഇവർ പറയുന്ന ബാക്കിയൂടെ കേൾക്കാം. ജനറേഷനും അതുപോലെ ടെക്നോളജിക്ക് എത്ര വളർന്നാലും ആൾക്കാരുടെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവര് വേറെ രീതിയിൽ ഒക്കെ തന്നെ ചിന്തിച്ചു പോകും. അപ്പൊ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ചില കമന്റ്സുകളൊക്കെ ആണെങ്കിൽ വൃത്തിയിട്ട രീതിയിലുള്ള കമന്റ്സ് ആണ് വരുന്നത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് എപ്പോഴും ചേച്ചിയുടെ പുറകെയാണല്ലോ. ആ കുഴപ്പമില്ല, അനിയന്മാര് ചേച്ചിയുടെ പുറകെ ഒരു ആവശ്യത്തിന് ഇങ്ങനെ നടക്കുമല്ലോ. അവരും ഒരു ആ സൈഡിൽ ഇരിക്കുന്ന അവൻ്റെ സ്വന്തം ഭാര്യയ്ക്കില്ലാത്ത വിഷമമാണ് നാട്ടുകാർക്കുള്ളത്. അത് നിങ്ങൾ ആലോചിച്ചോണം കേട്ടോ. ഈ കമൻറ്റ് ഇടുന്ന ഓരോ എണ്ണോ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുക, ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് നാട്ടിൽ എന്ത് നടക്കുന്നു, എവിടെ പോയി കമൻറ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ വായി നോക്കികൾ. എനിക്കും കുറേ കമൻറ്റുകളൊക്കെ നെഗറ്റീവ് വരാറുണ്ട്. അത് യാതൊരു വിവരവും ബോധമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കൊക്കെ കമൻറ്റ് ഇടും തോറും നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ കയറി പോകത്തേ ഉള്ളൂ. അതിന് നേട്ടം ഉണ്ടാവുന്ന നമ്മളായിരിക്കും. നീയൊക്കെ അത് എപ്പോഴും മനസ്സിലായിരിക്കും. നീയൊക്കെ കുത്തിയിരുന്ന് ചീത്ത വിളിക്കുമ്പോൾ നിൻ്റെയൊക്കെ ഒരു വിചാരമുണ്ട്, അയ്യോ ചീത്ത വിളിച്ച് ഇനി ആരും അത് കാണത്തില്ല. ഒന്നുമില്ല, യൂട്യൂബ് അത് ഡബിൾ റെക്കമെൻഡേഷൻ വഴി വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരിക്കും. ആ കൂടുതൽ ആൾക്കാർ കാണണമെന്ന് വെച്ചിട്ട്. ഇനിയെങ്കിലും നീയൊക്കെ സ്വന്തമായിട്ട് നന്നാവുക. നിനക്കൊക്കെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാ ഈ പണിക്കിറങ്ങുന്നത്? അതായത് ബാക്കിയുള്ളവൻ നന്നാവുന്ന ഒട്ടും ഇഷ്ടമല്ല, എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ അതുമില്ല. നമ്മുടെ വീട്ടിലെ ഇളയക്കുട്ടി എന്നുള്ള രീതിയിലാണ് അവൻ എൻ്റെ പുറകെ നടക്കുന്നത്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, അനു ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ അവൻ എന്നോടാണ് ഫസ്റ്റ് വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയുന്നതിന് മുന്നേ എൻ്റെ അടുത്താണ് അവൻ വന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്നേഹമുണ്ട്. അപ്പൊ അതിനെ വേറൊരു രീതിയിൽ ആൾക്കാർ വളച്ച് എന്തൊക്കെയാണോ എന്തോ കമന്റ്സ് നമ്മൾ ഇടുന്ന നോർമൽ വീഡിയോയിൽ പോലും. ഇപ്പൊ ഞാനീ ചേട്ടനായിട്ട് ഇടയ്ക്കൊരു ട്രാൻസിഷൻ വീഡിയോ ഇട്ട്, അതിലാണെങ്കിൽ ഇത് തന്നെ, ചേച്ചി എന്തിനാണ് അനുവിന്റെ കുടുംബം കലക്കുന്നത്, ചേച്ചി എന്തിനാണ് അവർക്ക്, ഇതെന്തോന്നാണ് നിങ്ങൾ എന്തോന്നൊക്കെയാണ് പറയുന്നത്? സത്യമായിട്ടും നിങ്ങൾക്ക് ഭർത്താവില്ലേ, നിങ്ങൾക്ക് 2 മക്കളില്ലേ, നിങ്ങൾക്ക് അവരുടെ കാര്യം നോക്കിയ പോലെ അവരുടെ ജീവിതത്തിലല്ല. ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു പ്രൈവസി നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾ അങ്ങനെ പോകണം. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കണ്ടേ, വീട് വെച്ചിട്ടും നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്. അതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ കള്ളം പറയുന്നതാണ്. രക്തബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, മനസ്സിലായോ? അത് ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചില ആൾക്കാർക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പറിച്ചുകൊണ്ട് പോയി ഫാമിലിയിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയി സെപ്പറേറ്റഡ് ആയിട്ട് പോയി താമസിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഒത്തൊരുമിച്ച് ഇങ്ങനെയൊക്കെ ഒരു കുടുംബം കിട്ടുമെന്ന് പറയുന്നത് അതൊരു ഭയങ്കര മഹാഭാഗ്യമാണ്. ഇപ്പോൾ ഈ പ്രവീൺ പ്രണവിൻ്റെ കേസ് എടുത്ത് നോക്ക്, എത്ര അടിപൊളിയായിട്ട് നടന്നൊരു കുടുംബമാണ്. ഇപ്പം കണ്ടില്ലേ, 2 പേരും 2 വഴിക്ക്. ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാറില്ല. അവർക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ വന്നിരുന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ചുമ്മാതെ പോയി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ഒരു കുടുംബത്തിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഇപ്പൊ നമ്മൾ പുതിയ വീട്ടിലാണ് താമസം. ഇപ്പൊ നമ്മൾ പുതിയ വീട്ടിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം അപ്പുറത്തെ വീട്ടിലാണ്. അതിപ്പോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഈ ഓൺലൈൻ മീഡിയാസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം. അതായത് അവരാണെങ്കിൽ സ്റ്റാർട്ടോ അതുപോലെ എൻഡോ ഒന്നും എടുക്കില്ല, നടുക്കുള്ള എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് അവരങ്ങനെ അവര് ലൈവായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കുറ്റം പറയുന്നതല്ല. പക്ഷെ അത് കാണുന്ന
ചില മഞ്ഞക്കണ്ണുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ബോറായിട്ടാണ് സംസാരിച്ച് ഇങ്ങനെ കമന്റ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയാസുകാരെ അറിയിക്കുന്നത്? നിങ്ങളുടെ പ്രൈവസിയാണത്. അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. വെറുതെ അവരെയും കൂടെ വിളിച്ച് അതിനകത്തോട്ട് കയറ്റി ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? അവരൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടണം, മനസ്സിലായി? ഇങ്ങനെയുള്ള വീഡിയോ ക്ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ശ്രമിക്കുന്നത്. ചെറിയ ചെറിയ എന്തെങ്കിലും ക്ലിപ്പിങ് മാത്രമേ 10 സെക്കൻഡ് 15 സെക്കൻഡേ കാണത്തുള്ളൂ. പക്ഷെ ആ സാധനമായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാ പിന്നെ അവരുടെ സ്വന്തം DP ഇട്ടിട്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈയില് കൊടുക്കായിരുന്നു. അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് നമുക്ക് ആരാണ് ഏത് തരത്തിലുള്ള ആളാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ആണാണോ പെണ്ണാണോ എന്നും അറിയാൻ പാടില്ല. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ ഉടനെ തന്നെ മറുപടി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഇവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനത്തെ ഭയങ്കര നെഗറ്റീവ് പോലെ നമ്മളിടുന്ന എല്ലാ കല്യാണം കഴിഞ്ഞ സമയത്ത് അനു ചിരിച്ചില്ല. അനു ആയിരുന്നു കുറച്ചങ്ങ് എയറിൽ നിന്നത്. ഇപ്പൊ ആ ചേച്ചി വന്ന് കിച്ചുവിന്റെ അടുത്ത് നിന്നത് അനുവിന് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് എന്റെ പിള്ളേര് വന്ന് കിച്ചുവിന്റെ അടുത്ത് നിന്ന് ഇഷ്ടപ്പെട്ടില്ല, അനുവിനായിരുന്നു കുറ്റം. ഇപ്പൊ പാല് കാശായിരുന്നപ്പോ ചേച്ചി കേക്ക് വാങ്ങിച്ചില്ല, അവളെനിക്ക് കേക്ക് തന്നതാണ്. അത് ഞാൻ പറയുന്നത്. പാലേശം എന്ന് പറയുമ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെയാണ്. അന്നാണെങ്കിൽ നിക്കാണെങ്കിൽ തറയില് നിന്നില്ല. അവള് ആള് ഇങ്ങനെ കൂടുന്ന സമയത്താണെങ്കിൽ അവള് വേറെ ആരെയും കയ്യിലും പോയില്ല. ഇവളുടെ കയ്യിലും പോയില്ല, അമ്മയുടെ കയ്യിലും പോയില്ല. അവള് ഫുള്ള് എന്റെ കയ്യിലായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് ഒരു മൈഗ്രെയിൻ പോലെ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടാണ് ഇരുന്നത്. അപ്പം ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോഴും എന്റെ മോൻ ചിലപ്പോൾ ചിരിച്ച് കാണില്ലായിരിക്കാം. ഞാൻ ചേച്ചിക്ക് കേക്ക് കൊടുത്ത് എന്നിട്ടാണ് ചേച്ചി അത് വാങ്ങിച്ചിട്ടാണ് ചേട്ടന് കേക്ക് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കൊടുത്ത് ചേച്ചി വാങ്ങിച്ചത് ആ വീഡിയോയിലില്ല. പകരം ചേച്ചി എന്റെ കൈ തട്ടി മാറ്റി മാറ്റി അനിയനെ ഇങ്ങനെ കൊടുക്കാനാണ് അവക്ക് ധൃതി കൂടുതൽ. യോ എന്തൊക്കെയാ. കുറച്ച് മുന്നേ ഞാൻ കാണിച്ച ആ ഒരു കേക്ക് വീഡിയോ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൽ പോലും അങ്ങനത്തെ സംഭവമില്ല, അവരത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ആ സാധനം ഹൈലൈറ്റ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അത് ഏത് രീതിയിൽ പോയി. അതിൻ്റെ താഴെ കുറേ ചീത്ത വിളിക്കാനായിട്ട് കുറേ കമൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കമൻസുകൾ ഞാൻ കണ്ട്. അതായത് അല്ലേലും അങ്ങനെയാണ്, അവ 24 മണിക്കൂറും ചേച്ചിയുടെ പുറയിലാണ്, മറ്റാണ് മറിച്ചാണ്, നാണമില്ല, വേണ്ട അത്രയും പരിഗണന കൊടുക്കുന്നില്ല, ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ്, എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയോ ആൾക്കാർ. എന്തുകൂടെ നിൻ്റെയൊക്കെ ശരിക്കുള്ള പ്രശ്നം? ഇതൊക്കെ ഇതിനെ ഇത്രയേ അങ്ങ് തലയ്ക്കെടുത്ത് വെച്ച് നീയൊക്കെ ഇത് കാണാനായിട്ട് നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ പറയണ പോലെ ഒന്നും അല്ല ഞങ്ങളുടെ റിയൽ ലൈഫ്. ചേച്ചി അങ്ങനെയല്ല, വീഡിയോയിൽ അങ്ങനെയല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ വീഡിയോയിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മളുടെ നാച്ചുറലാണ് നമ്മൾ പല സിറ്റുവേഷനിൽ നിൽക്കുന്നത്, അഭിനയിച്ച് നിൽക്കുന്നതൊന്നും അല്ല. ചിലവരാണെങ്കിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് നിന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും. 2 ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണല്ലോ നമുക്കുള്ളത്. അത് സത്യമാണ്. റിയൽ ലൈഫും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ശരിക്കും റീലിൽ കാണുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആൾക്കാരുടെ കാര്യം, ഇവരുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തലയ്ക്ക് ഒരു ഓവറായിട്ട് അഡിക്റ്റഡ് ആവരുത് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട്. കാര്യം നാളെ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുമ്പോഴും നിങ്ങളിരുന്ന് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചുകൊണ്ടേ ഇരിക്കും. അതൊക്കെ ഒരുപാട് പേഴ്സണൽ ലൈഫിൽ അത് അഫക്റ്റ് ചെയ്യും. കാര്യം പിന്നെ എപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്നു, അയ്യോ അവരുടെ കുടുംബം കണ്ടില്ല, അവരുടെ കുടുംബം നല്ല അടിപൊളിയായിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കമ്പാരിസൺസ് വരും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കരച്ചിലും സങ്കടപ്പാടുമായിരിക്കും. വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ കേസസ് ഉണ്ട് ഈ ഒരു വിഷയം. കുറേ നാളുകളായിട്ട് തുടങ്ങിയതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇഷ്യൂസ്. അപ്പം അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ എനിക്കിത് നിങ്ങളുടെ അടുത്തൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 8 വർഷമാകുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു പ്രശ്നമില്ല. അവനാണെങ്കിൽ എന്റെ തോളത്ത് കഴിയും, ഞാനും തോളത്ത് കഴിയണം. അവൻ്റെ അടുത്ത് എന്തുണ്ടെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്യും, തിരിച്ചും ഷെയർ ചെയ്യും. ഇവള് വന്നെന്ന് പറഞ്ഞിട്ട് നമുക്കിടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അവൻ എന്നെ അമ്മാനെ വിളിക്കുന്നതിന് മുമ്പേ അവൻ ചേച്ചിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ആദ്യം കുറച്ച് ദേഷ്യപ്പെടും. അപ്പൊ അത് അവനറിയാം. അതുകൊണ്ടിട്ട് അവൻ നേരെ വന്ന് എൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ വേറെ രീതിയിലൊന്നും കാണരുത്. വേറെ രീതിയിൽ ഇപ്പൊ എന്റെ ചേട്ടൻ പട്ടാളക്കാരനാണ്. അപ്പൊ പുള്ളിക്കാരൻ വല്ലപ്പോഴും ഒരിക്കൽ ലീവിന് വന്നിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കാണ് ലീവിന് വരുന്നത് തന്നെ. അപ്പോൾ ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേനും ചേട്ടനും ഭയങ്കരമായിട്ട് വിഷമം വരും. റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ തന്നെ പറഞ്ഞോളാം എന്നിങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. ചിലപ്പോൾ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കില്ല, വേറെ രീതിയിൽ. അവരാണുങ്ങളല്ല, വേറെ രീതിയിലൊക്കെ സംസാരിക്കും. കാരണം കമന്റ്സ് അങ്ങനെയാണ്. ആരും അറിയാതെ നിങ്ങൾ ഇങ്ങനെ കമന്റ്സ് ഇടാൻ പാടില്ല. ചിലപ്പോൾ അത് എത്രത്തോളം അവരുടെ ലൈഫിനെ ബാധിക്കുമെന്നോ അങ്ങനെ നിങ്ങൾക്ക് അതെ, നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണം പറഞ്ഞു. പക്ഷെ
ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും രണ്ടു പേർക്കും രണ്ട് കുടുംബങ്ങളായി അവര് ഹാപ്പി ആയിട്ട് ഒരു രണ്ട് കുടുംബങ്ങളായെങ്കിലും കിച്ചുവിനെയും പിന്നെ ആ ഒരു ചേച്ചിയൊക്കെ ചേർത്ത് നിങ്ങൾ ഓരോന്ന് സംസാരിക്കുമ്പം അവർക്കൊരു ഫാമിലി ലൈഫില്ലേ. പോരാ തന്നെ ആ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഇത് കാണുന്ന ഒരു മാനസികാവസ്ഥയെന്ന് ആലോചിക്കുക, അയാൾക്ക് എന്തുമാത്രം വിഷമം വരുമെന്ന് ഈ കമൻസ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ. അത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ എന്തിനാണ് ഈ സാധനം വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത്? ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇങ്ങനെ രീതിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫാമിലി സ്ഥിരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ല, അവരുടെ വീട്ടിൽ പോയി പൊക്കിയടിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ ഫേക്കായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു ചിന്ത കാണും, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും ആർക്കും അറിയാൻ പറ്റത്തില്ല, എടുക്കത്തില്ല. അതൊക്കെ ചുമ്മാതാ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് ആ ഒരു അനിയനെയും ചേച്ചിയൊക്കെ ചേർത്തിട്ടൊക്കെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ചെറ്റത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഫാമിലി പോലെ ഒരുമിച്ച് ജീവിക്കാൻ. അതിനിടയിൽ ഈ പണ്ടത്തെ ആൾക്കാരുടെ അനിയൻ ചേട്ടൻ, അനിയന്റെ ഭാര്യ ചേട്ടൻ മിണ്ടാൻ പാടില്ല, അതുപോലെ അനിയൻ ചേച്ചിയുടെ അടുത്ത് മിണ്ട, അത് വേറെ രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ പണ്ടത്തെ ആൾക്കാർക്കാണ് കൂടുതൽ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞാല് ജെന്യൂനായിട്ട് നിങ്ങളെപ്പോലത്തെ ഫാമിലി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, നമ്മളടുത്ത് പറഞ്ഞവരും ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഞങ്ങളൊരു മാതൃകയാണ് എന്നാണ് ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഞാനും ഒരുമിച്ച് പോകുമ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്റെ അനിയത്തിയാണ്, അച്ഛനൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോ എന്റെ അനിയത്തിയാണോ കിച്ചണിൽ കെട്ടിച്ചു കൊടുത്തത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അതിനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ കാണരുത്. ഇപ്പൊ ഒരു കിച്ചു വീട് വെച്ചെങ്കിൽ അതിൽ നമ്മൾ ഫാമിലി എല്ലാവരുടെയും ഒരു കഷ്ടപ്പാട് അവിടെ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ചേട്ടനായിരുന്നാലും എന്ത് ഷെയർ ചെയ്തിരുന്ന ചേച്ചിയുമായിട്ടാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോയാലും അവരുടെ ആ ഒരു ബോണ്ട് തകർക്കാൻ നല്ല കാര്യം. അത് കാര്യം അവന് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അവരുടെ വീഡിയോക്കകത്ത് തന്നെ അത് വ്യക്തമാണ്. ആ ഇന്റർവ്യൂവിനകത്ത് എടുത്ത് നോക്കിയാൽ മതി. അപ്പം അതൊരിക്കലും നമുക്ക് ഒരു മൂന്നാമതൊരു വ്യക്തിക്ക് വന്നത് പെട്ടെന്ന് അത് മാറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര പാടാണ്. കാര്യം അവൻ്റെ ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ഇവർ സ്നേഹിച്ചു തുടങ്ങി, അതായത് ഇവൻ്റെ ചേട്ടത്തി അമ്മയും പിന്നെ ആ ബ്രദറും സ്നേഹിച്ചു തുടങ്ങിയ സമയത്തെ കിച്ചു വഴിയായിരുന്നു ഇവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എന്നൊക്കെ. അതായത് അന്ന് തൊട്ടേ അവർ ഭയങ്കര രീതിയിൽ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് പിന്നെ എന്തിനാണ് ഈ ആൾക്കാർ ഈ കുത്തി കയറി വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവർ നല്ല രീതിയിൽ അവർക്കൊരു കുഴപ്പമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോസിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഇല്ലാത്ത വശം ചേച്ചിയും അനിയനെയും കൂടെ ചേർത്ത് പറയുക, സ്വന്തം ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കുന്നില്ലെന്ന് പറയുക. കൊള്ളാം. നടന്നാലും ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നടക്കത്തുള്ളൂ. ഇത്രത്തോളം ഇപ്പം ഈ 8 വർഷമൊക്കെ ഇത്രയും ഫാമിലി ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്ത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഇടങ്ങളിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തും ക്ഷമിച്ചും ഒക്കെയാണ് ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ ഈ കുറച്ച് ആൾക്കാർ വന്ന്, ഞാൻ പേര് പറയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആ കമന്റ് ചേച്ചി മെൻഷൻ ചെയ്യും. ആ കമന്റ്സ് ഒക്കെ ഇൻസ്റ്റയില് പിന്നെ നമുക്ക് പേഴ്സണലി ആരും അങ്ങനെ മെസ്സേജ് അയക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. ഇതുപോലെ കമന്റ്സിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണോ എന്തോ. അപ്പം എന്തായാലും ഇതൊന്ന് ക്ലിയർ ചെയ്യണം. എനിക്കും അനുവിനും ഇടയിൽ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഡാൻസ് വീഡിയോ ഒന്നും ഇപ്പൊ ഇടുന്നില്ല. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. അവരുടെ ഇടയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായിട്ട് പോയി കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കരുത് എന്നാണ് അവർ പറയുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവരുടെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ എനിക്ക് ബേസിക്കലി അങ്ങനെ തോന്നുന്നില്ല. വെറുതെ അനാവശ്യമായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ ഇന്ന് ഭയങ്കര വൾഗറായിട്ട് കമൻറ്റ് ഇടുന്നതാണ്. ഒരിക്കലും അത് ഒരിക്കലും ഒരു മനുഷ്യർക്കും സഹിക്കാൻ പറ്റത്തില്ല. അവരുടെ അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ അവരെന്ത് ചിന്തിക്കും? ഒന്ന് ആലോചിച്ച് നോക്കും. നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ വല്ല മാനസിക രോഗ ആശുപത്രിയിലാണ് ചെന്ന് കട. ഇങ്ങനെ നാട് നിങ്ങളെ പോയി കമൻറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളവരുടെ കുടുംബം കൂടെ നശിപ്പിക്കാൻ വേണ്ടി നോക്കാതെ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.